ഓം ശാന്തി 12/5/2024 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 30/11/1999. മുരളിയുടെ ടൈറ്റിലാണ് ബഹുമതിയോടെ പാസ്സാകുന്നതിന് വേണ്ടി സർവ ഖജനാവുകളുടെ സമ്പാദ്യവും വർദ്ധിപ്പിച്ച് സമ്പന്നനാകൂ. ഇന്ന് ബാബ്ദാദ ഏത് സഭയെയാണ് നോക്കിക്കാണുന്നത്? ഇന്നത്തെ സഭയിൽ ഓരോ കുട്ടിയും ഏറ്റവും ഉയർന്നവരും അവിനാശി ഖജനാവുകളാൽ ഏറ്റവും സമ്പന്നരുമാണ്. ലോകത്തുള്ളവർ എത്ര സമ്പന്നരായാലും അവർ ഒരു ജന്മത്തേക്ക് മാത്രമാണ് സമ്പന്നർ. ഒരു ജന്മം പോലും അതിസമ്പന്നരായി ഇരിക്കുമോ ഇല്ലയോ ഇതുപോലും ഉറപ്പില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികനായാലും ഒരു ജന്മത്തേക്ക് മാത്രമാണ് അതിസമ്പന്നൻ. എന്നാൽ നിങ്ങൾ നിശ്ചയത്തോടും സന്തോഷത്തോടും കൂടി പറയുന്നു, ഞങ്ങൾ അനേക ജന്മം അതിസമ്പന്നരാണ് എന്ന്. കാരണം നിങ്ങളെല്ലാം അവിനാശി ഖജനാവുകളാൽ സമ്പന്നരാണ്. ഞങ്ങൾ ഈ സമയത്തെ പുരുഷാർത്ഥത്തിലൂടെ ഒരു ദിവസത്തിൽ തന്നെ വളരെയധികം സമ്പാദിക്കുന്നവരാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഒരു ദിവസം നിങ്ങൾ എത്ര സമ്പാദിക്കുന്നുണ്ട് എന്നറിയാമോ? കണക്കറിയില്ലേ? പാടിയിട്ടുണ്ട്, ഓരോ ചുവടിലും കോടികൾ സമ്പാദിക്കുന്നു. ഒരു ദിവസം ബാബയിലൂടെ, ബാബയുടെ ജ്ഞാനത്തിലൂടെ, ഓർമ്മയിലൂടെ ചുവടുകളിൽ കോടികൾ സമ്പാദിക്കുന്നു. എങ്കിൽ എത്രത്തോളം ഓരോ ചുവടും ഓർമ്മയിലൂടെ ഉയർത്തുന്നുവോ അത്രയും കോടി സമ്പാദിക്കുന്നു. അതിനാൽ ഇങ്ങനെ സമ്പാദിക്കുന്നവർ, സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നവർ ലോകത്ത് ആരെങ്കിലും ഉണ്ടാകുമോ? അതോ ഉണ്ടോ? ലോകം മുഴുവൻ കറങ്ങി വരൂ. നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഇത്രയും സമ്പാദിക്കാൻ സാധിക്കില്ല. അതിനാൽ ബാബ പറയുന്നു, ഞങ്ങൾ ആത്മാക്കളുടെ ഭാഗ്യം പരമാത്മാവിലൂടെ അത്രയും ശ്രേഷ്ഠമാക്കി എന്ന ശ്രേഷ്ഠ സ്മൃതിയിൽ ഇരിക്കൂ. നിങ്ങളുടെ ഖജനാവുകൾ അറിയില്ലേ? സമയത്തിന്റെ ഖജനാവിനെയും അറിയാം. കാരണം ഈ സംഗമയുഗത്തിന്റെ സമയം എത്ര ശ്രേഷ്ഠമാണ്. ആരാണോ പ്രാപ്തി ആഗ്രഹിക്കുന്നത് അവർ അധികാരിയായി ബാബയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ അധികാരവും പ്രാപ്തമാക്കിയില്ലേ? ഓരോ ശ്രേഷ്ഠ സങ്കല്പവും എത്ര വലിയ ഖജനാവാണ്. സമയവും ഏറ്റവും വലിയ ഖജനാവാണ്. സങ്കല്പവും വലിയ ഖജനാവാണ്. സർവശക്തികളും ഏറ്റവും വലിയ ഖജനാവാണ്. ഓരോ ജ്ഞാനരത്നങ്ങളും എത്ര വലിയ ഖജനാവാണ്. ഓരോ ഗുണവും എത്ര വലിയ ഖജനാവാണ്. ശ്വാസ ഓർമ്മയിലൂടെ ശ്വാസം പോലും സഫലമാകുന്നു എന്ന് ലോകരും അംഗീകരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ എല്ലാം ശ്വാസം സഫലതാ സ്വരൂപമാണ്, വ്യർത്ഥമല്ല. ഓരോ ശ്വാസത്തിലും സഫലതയുടെ അധികാരം അടങ്ങിയിരിക്കുന്നു. ബാബ്ദാദ ഓരോ കുട്ടിക്കും സർവ ഖജനാവുകളും ഒരേപോലെയാണ് നൽകിയിരിക്കുന്നത്. എല്ലാം നൽകിയിരിക്കുന്നു, ഒരേപോലെ നൽകിയിരിക്കുന്നു. ചിലർക്കൊരു ഗുണം, ചിലർക്ക് 10, ചിലർക്ക് 100 ഗുണം. ഇങ്ങനെ അല്ല നൽകിയിരിക്കുന്നത്. നൽകുന്നവനായ ബാബ ഓരോ കുട്ടിക്കും സർവ ഖജനാവുകളും ബ്രാഹ്മണനാകുമ്പോൾ തന്നെ സമാനമായി നൽകിയിരിക്കുന്നു. എന്നാൽ ഖജനാവുകൾ എത്രത്തോളം സമ്പാദിക്കുന്നു, എത്ര നഷ്ടപ്പെടുത്തുന്നു, ഇത് ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്. ഞാൻ ദിവസം മുഴുവൻ എത്ര സമ്പാദിക്കുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്നു എന്ന് ഓരോരുത്തരും പരിശോധിക്കണം. പരിശോധിക്കുന്നില്ലേ? തീർച്ചയായും പരിശോധിക്കണം. കാരണം ഒരു ജന്മത്തേക്കല്ല, ഓരോ ജന്മത്തേക്കുമാണ്. അനേക ജന്മത്തേക്കുള്ളത് സമ്പാദിക്കണം.
സമ്പാദിക്കാനുള്ള വിധി അറിയില്ലേ? വളരെ സഹജമാണ്. ബിന്ദു വിട്ടാൽ മാത്രം മതി. ബിന്ദു ഓർമ്മയുണ്ടായാൽ സമ്പാദ്യമാകുന്നു. സ്ഥൂല ഖജനാവിലും ഒന്നിന്റെ കൂടെ ബിന്ദു വിട്ട്, അതായത് 0 പോയാൽ വർദ്ധിക്കുകയല്ലേ? ഇതുപോലെ ആത്മാവ് ബിന്ദു, ബാബയും ബിന്ദു. ഡ്രാമയിൽ എന്ത് സംഭവിച്ചാലും അതിനും ഫുൾ സ്റ്റോപ്പ്, അതായത് ബിന്ദു. ഓരോ ഖജനാവിനെയും ബിന്ദു രൂപത്തിൽ ഓർമ്മിക്കുകയാണെങ്കിൽ സമ്പാദ്യമുണ്ടാകുന്നു. അനുഭവമല്ലേ? ബിന്ദു വിട്ടാൽ വ്യർത്ഥത്തിനു പകരം സമ്പാദ്യമാകുന്നു. ബിന്ദു വിടാൻ അറിയാമോ? പല പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാകുന്നു. ബിന്ദു വിടാൻ പരിശ്രമിക്കുന്നവർ ബിന്ദുവിന് പകരം വലിയ വരയാകുന്നു. ബിന്ദുവിന് പകരം ചോദ്യചിഹ്നമാകുന്നു, ആശ്ചര്യചിഹ്നമാകുന്നു. സമ്പാദ്യത്തിന്റെ കണക്ക് വർദ്ധിപ്പിക്കാനുള്ള വിധിയാണ് ബിന്ദു. നഷ്ടപ്പെടുത്താനുള്ള വഴിയാണ് നീണ്ട വര വരയ്ക്കുക, ചോദ്യചിഹ്നമിടുക, ആശ്ചര്യചിഹ്നമിടുക. ഇതാണ് എളുപ്പം. ബിന്ദുവല്ലേ? വിധി വളരെ സഹജമാണ്. സ്വമാനവും ബാബയുടെ ഓർമ്മയും. അനാവശ്യമായതിന് ഫുൾ സ്റ്റോപ്പ് ഇടുക. ബാബ് ദാദ മുൻപും പറഞ്ഞിട്ടുണ്ട്, ദിവസവും അമൃതവേളയിൽ നിങ്ങൾ സ്വയത്തിൽ 3 ബിന്ദുവിന്റെ സ്മൃതിയുടെ തിലകം ചാർത്തു. എങ്കിൽ ഒരു ഖജനാവ് പോലും വ്യർത്ഥമായി പോകില്ല. ഓരോ സമയവും ഓരോ ഖജനാവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ബാബ് ദാദ എല്ലാ കുട്ടികളുടെയും ഖജനാവിന്റെ സമ്പത്തിന്റെ ചാർട്ട് കണ്ടു. അതിൽ എന്ത് കണ്ടു? സമ്പാദ്യത്തിന്റെ കണക്ക് ഇതുവരെയും എത്ര വേണമോ അത്രയും ആയിട്ടില്ല. സമയം, സങ്കല്പം, വാക്ക് വ്യർത്ഥമായി തന്നെ പോകുന്നു. പോകെ പോകെ ഇടയ്ക്ക് സമയത്തിന്റെ മഹത്വം പ്രത്യക്ഷ രൂപത്തിൽ കുറവാണ്. സദാ സമയത്തിന്റെ മഹത്വം ഓർമ്മയുണ്ടെങ്കിൽ, പ്രത്യക്ഷത്തിൽ വന്നു എങ്കിൽ സമയം ഇനിയും കൂടുതൽ സഫലമാക്കാൻ സാധിക്കും. മുഴുവൻ ദിവസവും സാധാരണ രീതിയിൽ കടന്നുപോകുന്നു, തെറ്റായ രീതിയിലല്ല, സാധാരണമായി. ഇതേപോലെ സങ്കല്പവും മോശമാകുന്നില്ല, എന്നാൽ വ്യർത്ഥമാകുന്നു. 1 മണിക്കൂറിലെ പരിശോധന നടത്തൂ. ഓരോ മണിക്കൂറും സമയമല്ലെങ്കിൽ സങ്കല്പം എത്ര സാധാരണമാകുന്നു, ശേഖരിക്കപ്പെടുന്നില്ല. വീണ്ടും ബാബ് ദാദ സൂചന നൽകുന്നു. അപ്പോൾ ബാബ് ദാദയെ ആശ്വസിപ്പിക്കുന്നു, ബാബ, ഇങ്ങനെ ചെറിയ ഒരു സങ്കല്പം മാത്രം വന്നതേയുള്ളൂ, വേറൊന്നുമില്ല. സങ്കല്പത്തിൽ അല്പം വരുന്നു, സമ്പൂർണമാകും, ശരിയാകും. ഇപ്പോൾ അന്തിമമായില്ലല്ലോ, അല്പം കൂടി സമയമുണ്ടല്ലോ. സമയമാകുമ്പോൾ സമ്പന്നമാകും. എന്നാൽ ബാബ് ദാദ വീണ്ടും വീണ്ടും പറയുന്നു, ദീർഘകാലത്തെ സമ്പാദിക്കൽ ആവശ്യമാണ്. ഇങ്ങനെയല്ല സമ്പാദ്യത്തിന്റെ കണക്ക് അന്തിമത്തിൽ സമ്പന്നമാക്കും. സമയമാകുമ്പോൾ ആയിത്തീരും. വളരെ കാലത്തെ സമ്പാദ്യം വളരെ കാലത്തേക്ക് ഉണ്ടാകും. അവകാശമെടുക്കുമ്പോൾ എല്ലാവരും പറയും, ഞങ്ങൾ ലക്ഷ്മി നാരായണനാകും. ത്രേതായുഗിയാകുമോ എന്ന് ചോദിച്ചാൽ കൈ ഉയർത്തുമോ? അപ്പോൾ ആരും കൈ ഉയർത്തില്ല. ലക്ഷ്മി നാരായണനാകുമോ? അപ്പോൾ എല്ലാവരും കൈ ഉയർത്തും. വളരെ കാലത്തെ സമ്പാദ്യത്തിന്റെ കണക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ മുഴുവൻ അവകാശവും ലഭിക്കും. അല്പം മാത്രമേ സമ്പാദിച്ചിട്ടുള്ളൂ എങ്കിൽ മുഴുവൻ അവകാശം എങ്ങനെ ലഭിക്കും? അതിനാൽ മുഴുവൻ ഖജനാവിലും എത്രത്തോളം ശേഖരിച്ചു വെക്കാൻ സാധിക്കുമോ അത്രയും ഇപ്പോൾ തന്നെ ശേഖരിക്കൂ. ആയിത്തീരും, വന്നു ചേരും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ചെയ്യുക തന്നെ വേണം. ഇതാണ് ദൃഢത. അമൃതവേളയിൽ ഉണർന്ന് നല്ല സ്ഥിതിയിൽ ഇരിക്കുമ്പോൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും പ്രതിജ്ഞ ചെയ്യുന്നു, ഇത് ചെയ്യും, അത് ചെയ്യും.
അത്ഭുതങ്ങൾ ചെയ്തു കാണിക്കും. ഇത് നല്ല കാര്യം തന്നെ, ശ്രേഷ്ഠ സങ്കല്പമാണ് ചെയ്യുന്നത്. എന്നാൽ ബാപ്ദാദ പറയുന്നു, ഈ വാഗ്ദാനങ്ങളെല്ലാം പ്രവൃത്തിയിൽ കൊണ്ടുവരൂ. കുട്ടികൾ നല്ല നല്ല സങ്കല്പങ്ങൾ ചെയ്യുന്നുണ്ട്. ബാപ്ദാദ ആ സമയം സന്തോഷിക്കുന്നു. കാരണം ധൈര്യം വെക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ആയിത്തീരും. ധൈര്യം വളരെ നല്ല രീതിയിൽ വെക്കുന്നുണ്ട്. അതിനാൽ ധൈര്യത്തിൽ ബാപ്ദാദ സന്തോഷിക്കുന്നു. എന്നാൽ പ്രവൃത്തിയിൽ വരുമ്പോൾ ഇടയ്ക്കിടെ ആയി മാറുന്നു. വാക്ക് നൽകാൻ എളുപ്പമാണ്, എന്നാൽ കർമ്മത്തിൽ കൊണ്ടുവരുന്നതാണ് വാക്ക് പാലിക്കൽ. വാക്ക് നൽകുന്നവർ ധാരാളം ഉണ്ട്, എന്നാൽ പാലിക്കുന്നതിൽ നമ്പർ ക്രമമാണ്. സങ്കല്പവും കർമ്മവും പ്ലാനും പ്രവൃത്തിയും രണ്ടും സമാനമാക്കൂ. ആക്കാൻ കഴിയില്ലേ? ബിസിനസ് ചെയ്യുന്നവർ വന്നിട്ടുണ്ട്. ബിസിനസ്സുകാർക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ലേ? സമ്പാദിക്കാൻ അറിയില്ലേ? എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരുമെല്ലാം പ്രാക്ടിക്കലായി ജോലി ചെയ്യുന്നു. ആരാണോ ഗ്രാമപ്രദേശത്തുള്ളവർ, അതായത് ഗ്രാമീണ വിഭാഗക്കാർ, ബാപ്ദാദ അവരെ ഭരണാധികാരികൾ എന്ന് പറയുന്നു. കാരണം ഇവർ സേവനം ചെയ്തില്ല എങ്കിൽ ഒന്നും നടക്കില്ല. ഈ 3 വിഭാഗത്തിൽ നിന്നും ആരെല്ലാം വന്നിട്ടുണ്ടോ അവരെല്ലാം കർമ്മം ചെയ്യുന്നവരാണ്. വെറുതെ പറയുന്നവരല്ല, ചെയ്യുന്നവരാണ്. എല്ലാവരും വാക്കിനെ കർമ്മത്തിൽ കൊണ്ടുവരുന്ന ആത്മാക്കളല്ലേ? അതോ വെറുതെ വാഗ്ദാനം നൽകുന്നവരാണോ? വാഗ്ദാനം ചെയ്യുന്ന സമയത്ത് ബാപ്ദാദയെ ധൈര്യം കാണിച്ച് സന്തോഷിപ്പിക്കുന്നു. ബാപ്ദാദയുടെ പക്കൽ ഓരോ കുട്ടിയുടെയും പ്രതിജ്ഞകളുടെ ഫയൽ ഉണ്ട്. അവിടെ വതനത്തിൽ പ്രതിജ്ഞകളുടെ ഫയൽ വെക്കുന്നതിനായി അലമാരികളുടെയോ സ്ഥലത്തിന്റെയോ ഒന്നും ആവശ്യമില്ല. ബാപ്ദാദ ഇടയ്ക്കിടെ തന്റെ അലൗകിക TV പെട്ടെന്ന് തുറക്കുന്നു. എപ്പോഴും തുറക്കുന്നില്ല, ഇടയ്ക്കിടെ തുറക്കുമ്പോൾ എല്ലാം കേൾക്കുന്നു. ആരെല്ലാം പരസ്പരം സംസാരിക്കുന്നുണ്ടോ അവയെല്ലാം കേൾക്കുന്നു. അതിനാൽ ബാപ്ദാദ പറയുന്നു, വ്യർത്ഥത്തെ സമ്പാദ്യത്തിന്റെ കണക്കിലേക്ക് മാറ്റൂ. ബ്രാഹ്മണൻ എന്നാൽ അലൗകികം. ബ്രാഹ്മണ ജീവിതത്തിന്റെ മഹത്വം വളരെ വലുതാണ്. പ്രാപ്തികൾ വളരെ വലുതാണ്. സ്വമാനം വളരെ വലുതാണ്. സംഗമയുഗത്തിൽ ബാബയുടേതാകുക ഇത് വളരെ വളരെ വലിയ കോടി ഭാഗ്യമാണ്. അതിനാൽ ബാപ്ദാദ പറയുന്നു, ഓരോ ഖജനാവിനും മഹത്വം നൽകൂ. മറ്റുള്ളവരുമായുള്ള സംഭാഷണത്തിൽ സംഗമയുഗത്തിന്റെ മഹിമ കേൾപ്പിക്കുന്നു. സംഗമയുഗത്തിന്റെ മഹിമ ചെയ്യുന്നതിന് ഒരു വിഷയം ലഭിച്ചാൽ എത്ര സമയം ചെയ്യാൻ സാധിക്കും? 1 മണിക്കൂർ ചെയ്യാൻ സാധിക്കുമോ? ടീച്ചർമാർ പറയൂ. ചെയ്യാൻ സാധിക്കുന്നവർ കൈ ഉയർത്തൂ. മറ്റുള്ളവരെ കേൾപ്പിക്കുകയാണെങ്കിൽ മഹത്വം വളരെ നന്നായി അറിയാം. അറിയില്ല എന്ന് ബാപ്ദാദ പറയുന്നില്ല. കേൾപ്പിക്കാൻ അറിയുമെങ്കിൽ അറിയുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ കേൾപ്പിക്കുന്നത്. അതവിടെ ഉണ്ട്, എന്നാൽ മറഞ്ഞിരിക്കുന്നു. പ്രത്യക്ഷ രൂപത്തിലുള്ള സ്മൃതി അത് ഇടയ്ക്ക് കുറയുന്നു, ഇടയ്ക്ക് കൂടുന്നു. അതിനാൽ നിങ്ങളുടെ ഈശ്വരീയ ലഹരി പ്രത്യക്ഷമാക്കി വെക്കൂ. ഞാൻ ചെയ്തു, അത് കഴിഞ്ഞു, ഇല്ല. പ്രവൃത്തിയിൽ ഉണ്ട്, ഇത് പ്രത്യക്ഷ രൂപത്തിലാണ്. നിശ്ചയം ഉണ്ട്, എന്നാൽ നിശ്ചയത്തിന്റെ അടയാളമാണ് ആത്മീയ ലഹരി. മുഴുവൻ സമയവും ലഹരി ഉണ്ടായിരിക്കും. ആത്മീയ ലഹരി ഞാൻ ആരാണ്? ഈ ലഹരി പ്രത്യക്ഷ രൂപത്തിലുണ്ടെങ്കിൽ ഓരോ സെക്കൻഡും സമ്പാദ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇന്ന് ബാപ്ദാദ സമ്പാദ്യത്തിന്റെ കണക്ക് നോക്കി. അതിനാൽ ഇന്ന് സമയത്തിന്റെ സമാപ്തി പെട്ടെന്ന് ഉണ്ടാകാം എന്ന് പ്രത്യേക ശ്രദ്ധ നൽകുന്നു.
ഇങ്ങനെ ചിന്തിക്കരുത്, അറിയാൻ കഴിയും, സമയമാകുമ്പോൾ ശരിയാകും. ആരാണോ സമയത്തെ ആധാരമാക്കുന്നത് സമയം ശരിയാക്കും, അല്ലെങ്കിൽ സമയമാകുമ്പോൾ ഉണ്ടാകും. ഇവരുടെ ടീച്ചർ ആരാണ്? സമയമാണോ അതോ സ്വയം പരമാത്മാവോ? പരമാത്മാവിലൂടെ സമ്പന്നമാകാൻ സാധിക്കില്ല, സമയം സമ്പന്നമാക്കും. എങ്കിൽ ഇവരെ എന്ത് വിളിക്കും? സമയമാണോ നിങ്ങളുടെ മാസ്റ്റർ അതോ പരമാത്മാവാണോ നിങ്ങളുടെ ശിക്ഷകൻ? ഡ്രാമയനുസരിച്ച് സമയം നിങ്ങളെ പഠിപ്പിക്കും, അല്ലെങ്കിൽ സമയത്തെ ആധാരമാക്കി പരിവർത്തനം ഉണ്ടാകുമെങ്കിൽ ബാപ്ദാദ മനസ്സിലാക്കുന്നു, വിധിയും സമയമാകുമ്പോൾ ലഭിക്കും. കാരണം സമയമാണ് ടീച്ചർ. സമയം നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾ സമയത്തെ പ്രതീക്ഷിച്ചിരിക്കരുത്. അത് രചനയാണ്. നിങ്ങൾ മാസ്റ്റർ രചയിതാവാണ്. രചയിതാവിനെ രചനയാണ് പ്രതീക്ഷിക്കുക. നിങ്ങൾ മാസ്റ്റർ രചയിതാക്കൾ സമയത്തെ പ്രതീക്ഷിക്കരുത്. പ്രയാസമുണ്ടെങ്കിൽ എന്താണ്? സഹജമായതിനെ സ്വയം പ്രയാസമുള്ളത് ആക്കുന്നു. പ്രയാസമുള്ളതല്ല, പ്രയാസമുള്ളതാക്കി മാറ്റുന്നു. ബാബ പറയുന്നു, എന്ത് ഭാരമുണ്ടായാലും ഭാരം ബാബയ്ക്ക് നൽകൂ. എന്നാൽ ചിലർക്ക് നൽകാൻ അറിയില്ല, ഭാരം ചുമക്കുന്നു, പിന്നീട് ക്ഷീണിക്കുന്നു. എന്നിട്ട് ബാബയോട് പരാതി പറയുന്നു, എന്തു ചെയ്യും, എങ്ങനെ ചെയ്യും? എന്തിന് ഭാരം നിങ്ങളുടെ മേൽ വെക്കുന്നു? ബാബ ഓഫർ നൽകുന്നു, നിങ്ങളുടെ എല്ലാ ഭാരവും ബാബയ്ക്ക് സമർപ്പിക്കൂ. 63 ജന്മം ഭാരം താങ്ങിയുള്ള ശീലമല്ലേ? ശീലമായതുകൊണ്ട് നിർബന്ധിതരായി തീരുന്നു. അതിനാൽ പരിശ്രമിക്കേണ്ടി വരുന്നു. ഇടയ്ക്ക് സഹജം, ഇടയ്ക്ക് പ്രയാസം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സഹജമാകുന്നു, അല്ലെങ്കിൽ പ്രയാസമാകുന്നു. ഇടയ്ക്ക് സഹജവും ഇടയ്ക്ക് പ്രയാസവും എന്തുകൊണ്ടാണ്? എന്തെങ്കിലും കാരണമുണ്ടാകില്ലേ? കാരണമാണ് ശീലമായതിനാൽ നിർബന്ധിതനാകുന്നു. ബാപ്ദാദയ്ക്ക് കുട്ടികൾ പരിശ്രമിക്കേണ്ടി വരിക ഇത് നന്നായി തോന്നുന്നില്ല. മാസ്റ്റർ സർവശക്തിവാനും പ്രയാസവും. നിങ്ങൾക്ക് എന്ത് ടൈറ്റിലാണ് നൽകിയിട്ടുള്ളത്? പ്രയാസമുള്ള യോഗി എന്നാണോ അതോ സഹജയോഗി എന്നാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ടൈറ്റിൽ ഞങ്ങൾ സഹജയോഗികളല്ല എന്നാക്കി മാറ്റൂ. ഇടയ്ക്ക് സഹജയോഗിയും ഇടയ്ക്ക് പ്രയാസമുള്ള യോഗിയുമാണോ? യോഗം എന്നാൽ എന്താണ്? ഓർമ്മിക്കുക എന്ന് മാത്രമല്ലേ? ശക്തിശാലി ഓർമ്മയ്ക്ക് മുന്നിൽ പ്രയാസം ഉണ്ടാകുകയേ ഇല്ല. യോഗം ചെയ്യുക എന്നാൽ അഗ്നിയാണ്. അഗ്നി എത്ര പ്രയാസമുള്ളതിനെയും പരിവർത്തനപ്പെടുത്തുന്നു. ലോഹത്തിന് പോലും മാറ്റം സംഭവിക്കുന്നു. ഈ ഉത്സാഹത്തിന്റെ അഗ്നി പ്രയാസത്തെ സഹജമാക്കി മാറ്റില്ലേ? ചില കുട്ടികൾ വളരെ നല്ല നല്ല കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. ബാബ എന്തു ചെയ്യും? വായുമണ്ഡലം അങ്ങനെയാണ്, കൂടെയുള്ളയാൾ അങ്ങനെയാണ്, ഹംസവും കൊറ്റിയുമാണ്, എന്തു ചെയ്യാം, പഴയ കണക്കല്ലേ? കാര്യങ്ങൾ വളരെ നന്നായി പറയുന്നു. ബാബ ചോദിക്കുന്നു, നിങ്ങൾ എന്ത് കരാറാണ് എടുത്തിരിക്കുന്നത്? വിശ്വപരിവർത്തനം ചെയ്യും എന്ന കരാറാണ് എടുത്തിട്ടുള്ളത്. എങ്കിൽ ആരാണോ വിശ്വപരിവർത്തനം ചെയ്യുന്നത് അവർക്ക് തന്റെ പ്രയാസങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ലേ? എങ്കിൽ ഇന്ന് എന്ത് ചെയ്യും? സമ്പാദ്യത്തിന്റെ കണക്ക് വർദ്ധിപ്പിക്കൂ. എങ്കിൽ ആരാണോ സഹജയോഗി എന്ന് പറയുന്നത് അവർ അനുഭവം ചെയ്യും. ഇടയ്ക്ക് പ്രയാസം, ഇടയ്ക്ക് സഹജം, ഇതിൽ ആനന്ദമൊന്നുമില്ല. ബ്രാഹ്മണ ജീവിതം തന്നെ ആനന്ദത്തിന്റേതാണ്. സംഗമയുഗം ആനന്ദത്തിന്റെ യുഗമാണ്. ഭാരം ചുമക്കാനുള്ള യുഗമല്ല, ഭാരം ഇറക്കാനുള്ള യുഗമാണ്. അതിനാൽ പരിശോധിക്കൂ, തന്റെ ഭാഗ്യത്തിന്റെ ചിത്രം ജ്ഞാനദർപ്പണത്തിൽ നന്നായി നോക്കൂ. കണ്ണാടിയില്ലേ അതോ ഇല്ലേ? പൊട്ടിപ്പോയില്ലല്ലോ. എല്ലാവർക്കും കണ്ണാടി ലഭിച്ചോ?
മാതാക്കൾക്ക് കണ്ണാടി ലഭിച്ചോ അതോ കളഞ്ഞുപോയോ? പാണ്ഡവർ സൂക്ഷിച്ചു വെക്കാൻ വിവേകശാലികളല്ലേ? കണ്ണാടിയുണ്ടോ? എല്ലാവരും കൈ ഉയർത്തി. നല്ലത്. ഭാഗ്യത്തിന്റെ കണ്ണാടി നോക്കൂ. സദാ തന്റെ ഭാഗ്യത്തിന്റെ ചിത്രം കണ്ട് ആഹാ ആഹാ എന്ന ഗീതം പാടൂ. ആഹാ എന്റെ ഭാഗ്യം, ആഹാ എന്റെ ബാബ, ആഹാ എന്റെ പരിവാരം. പരിവാരവും ആഹാ ആഹാ എന്നാണ്. ഇവർ വളരെ ആഹാ ആഹാ എന്നാണ്. ഇവർ കുറച്ച് ഇങ്ങനെയാണ്, ഇങ്ങനെ അരുത്. ആഹാ എന്റെ പരിവാരം, ആഹാ എന്റെ ഭാഗ്യം, ആഹാ എന്റെ ബാബ. ബ്രാഹ്മണ ജീവിതമെന്നാൽ ആഹാ ആഹാ, അയ്യോ അയ്യോ എന്നല്ല. ശാരീരിക അസുഖങ്ങളിലും അയ്യോ അയ്യോ എന്നല്ല, ആഹാ. ഇതും ഭാരം ഇറക്കലാണ്. 10 ഭാരത്തിൽ നിന്ന് നിങ്ങൾക്ക് 3-4 ഭാരം ഇറങ്ങി എങ്കിൽ അത് നല്ലതാണോ അതോ അയ്യോ അയ്യോ എന്നാണോ? എന്താണ്? ആഹാ, ഭാരം ഇറങ്ങി. അയ്യോ എന്റെ പാർട്ട് ഇങ്ങനെയാണ്, അയ്യോ എന്നെ രോഗം വിട്ടു പോകുന്നേ ഇല്ല. നിങ്ങളാണോ ഉപേക്ഷിക്കേണ്ടത് അതോ രോഗമാണോ ഉപേക്ഷിക്കേണ്ടത്? ആഹാ ആഹാ എന്ന് പറഞ്ഞു പോകൂ. അയ്യോ അയ്യോ എന്ന് പറയുന്നതിലൂടെ അസുഖവും സന്തോഷിക്കും. നോക്കൂ, ഇവിടെയും അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? ആരുടെയെങ്കിലും മഹിമ പറയുകയാണെങ്കിൽ ആഹാ ആഹാ എന്ന് പറയും. അസുഖത്തിലും ആഹാ ആഹാ എന്ന് പറയൂ. അയ്യോ, ഇത് എന്റെ അടുക്കൽ തന്നെ എന്തുകൊണ്ട് വരുന്നു? എന്റെ തന്നെ കണക്കാണ്. പ്രാപ്തിയുടെ മുന്നിൽ കണക്ക് ഒന്നും തന്നെയല്ല. പ്രാപ്തികൾ അടുത്തു വയ്ക്കൂ, കണക്കുകളും അടുത്തു വയ്ക്കൂ. അപ്പോഴത് എന്താകും? വളരെ ചെറിയ കാര്യമായി മാറും. ബ്രാഹ്മണ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും പോസിറ്റീവായി കാണൂ. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആക്കാൻ അറിയില്ലേ? നെഗറ്റീവ് പോസിറ്റീവിന്റെ ക്ലാസുകളും എടുക്കുന്നില്ലേ? എങ്കിൽ ആ സമയം സ്വയത്തിന് ക്ലാസ് എടുക്കൂ. അപ്പോൾ പ്രയാസമുള്ളതും സഹജമായി മാറും. പ്രയാസം എന്ന വാക്ക് ബ്രാഹ്മണരുടെ നിഘണ്ടുവിൽ തന്നെ ഉണ്ടാകാൻ പാടില്ല. ശരി, എന്ത് കണക്കായാലും, ആത്മാവിൽ നിന്നായാലും ശരീരത്തിൽ നിന്നായാലും പ്രകൃതിയിൽ നിന്നായാലും. കാരണം പ്രകൃതിയുടെ ഈ 5 തത്വങ്ങളും പല പ്രാവശ്യം പ്രയാസത്തിന്റെ അനുഭവം ചെയ്യിപ്പിക്കുന്നു. ഏത് കർമ്മ കണക്കായാലും യോഗാഗ്നിയിൽ ഭസ്മമാക്കൂ. എന്ത് ചെയ്യണം എന്ന് മനസ്സിലായോ? സമ്പാദ്യത്തിന്റെ ശേഖരണം വർദ്ധിപ്പിക്കൂ. സംസാരത്തിലും സാധാരണ വാക്കുകളല്ല, സംസാരത്തിലും ഭിന്ന ഭിന്ന ഭാവവും ഭാവനയും ഉണ്ടാകുന്നു. സംസാരത്തിലൂടെ ഭാവവും ഭാവനയും മനസ്സിലാക്കാനും സാധിക്കുന്നു. അതിനാൽ സദാ എന്ത് സംസാരിക്കുമ്പോഴും അതിൽ ആത്മീയ ഭാവം വേണം. ശുഭം അല്ലെങ്കിൽ ശ്രേഷ്ഠ ഭാവന വേണം. സംസാരവും ഭാവനയും മായയുടെ ഭാവനകളാണ്. ദേഷ്യം, അസൂയ, വെറുപ്പ് ഇവയെല്ലാം മായയുടെ ഭാവനകളാണ്. സദാ ശുഭഭാവവും ഭാവനയും വേണം. അങ്ങനെ ഉണ്ടോ? പരിശോധിക്കണം. സമയത്തിന്റെ ഖജനാവ്, സംസാരത്തിന്റെ ഖജനാവ്, സങ്കല്പങ്ങളുടെ ഖജനാവ്, ശക്തികളുടെ ഖജനാവ്, ജ്ഞാനത്തിന്റെ ഖജനാവ്, ഗുണങ്ങളുടെ ഖജനാവ്. ഓരോ ഖജനാവും പരിശോധിക്കൂ. കാരണം ഓരോ ഖജനാവിന്റെ അക്കൗണ്ടിലും നിക്ഷേപിക്കണം. ഈ സർവ ഖജനാവിന്റെ അക്കൗണ്ടും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അപ്പോൾ പറയും ഫുൾ മാർക്ക്, അർത്ഥം ബഹുമതിയോടെ പാസായി. ഒരു ഖജനാവ് അല്പം കുറഞ്ഞാണ് സമ്പാദിച്ചത് എങ്കിൽ എന്താണ് കുഴപ്പം എന്ന് വിചാരിക്കരുത്. എന്നാൽ ബഹുമതിയോടെ പാസ്സാകുന്നതിന് സർവ ഖജനാവിലും നിക്ഷേപം നിറഞ്ഞിരിക്കണം. ശരി, ആരാണോ തന്റെ സങ്കല്പം എവിടെ ആഗ്രഹിക്കുന്നുവോ
അവിടെ വെക്കുന്നത്. എന്താണോ ചിന്തിക്കേണ്ടത് അതേ ചിന്ത നടക്കുന്നത്. ഇങ്ങനെ ആരാണോ മനസ്സിലാക്കുന്നത് അവർ കൈ ഉയർത്തു. ഒരു സെക്കൻഡിൽ മനസ്സ് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ സെക്കൻഡിൽ സാധിക്കുന്നുണ്ടോ? ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ കൈ ഉയർത്തു. ശരി, ഈ വായുമണ്ഡലത്തിൽ മധുബനിൽ ഇരിക്കുന്നു. മധുബനിലെ വായുമണ്ഡലം ശക്തിശാലിയാണ്. ഈ വായുമണ്ഡലത്തിൽ ഈ സമയം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു മിനിറ്റിൽ ചെയ്യൂ, ഒരു സെക്കൻഡിൽ ചെയ്യൂ. എന്നാൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? മനസ്സിന് ഓർഡർ കൊടുക്കൂ. അത്രമാത്രം ആത്മാ പരംധാമ നിവാസിയാകൂ. മനസ്സ് ഓർഡർ അനുസരിക്കുന്നുണ്ടോ അതോ അനുസരിക്കുന്നില്ലേ എന്ന് നോക്കൂ. ബാപ്ദാദ ഡ്രിൽ ചെയ്യിച്ചു. ശരി, 4 ഭാഗത്തുമുള്ള സർവ ഖജനാവുകളുടെയും അധികാരി കുട്ടികൾക്ക് സദാ പ്രയാസങ്ങളെ സെക്കൻഡിൽ പരിവർത്തനം ചെയ്യുന്ന സദാ സഹജയോഗി, സദാ സങ്കല്പം, സമയം, സംസാരം, കർമ്മം ശ്രേഷ്ഠമാക്കുന്നവർക്ക്, സദാ സമ്പാദ്യത്തിന്റെ അക്കൗണ്ട് വർദ്ധിപ്പിക്കുന്നവർക്ക്, സദാ മനസ്സിന്റെ അധികാരി, മനസ്സ്, ബുദ്ധി, സംസ്കാരം ഓർഡർ അനുസരിച്ച് നടത്തുന്നവർക്ക്, ഇങ്ങനെയുള്ള സ്വരാജ്യ അധികാരി കുട്ടികൾക്ക് ദേശത്തായാലും വിദേശത്തായാലും മനസ്സുകൊണ്ട് ദൂരെയല്ല, ഇങ്ങനെയുള്ള 4 ഭാഗത്തെയും കുട്ടികൾക്ക് ബാപ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്തേയും. വരദാനം: ഉയർന്ന പിതാവ്, ഉയർന്നവരായ ഞങ്ങൾ, ഉയർന്ന കാര്യം. ഈ സ്മൃതിയിലൂടെ ശക്തിശാലികളാകുന്ന ബാപ് സമാൻ ആയി ഭവിക്കൂ. ഏതുപോലെ ഇപ്പോൾ ലോകത്തിൽ ആരെങ്കിലും VIP-കളുടെ മക്കളാണെങ്കിൽ അവർ സ്വയത്തെയും VIP എന്ന് വിചാരിക്കുന്നു. എന്നാൽ ബാബയേക്കാൾ ഉയർന്നതായി ആരും തന്നെയില്ല. ഞങ്ങൾ ഇത്രയും ഉയർന്നതിലും ഉയർന്ന പിതാവിന്റെ സന്താനങ്ങൾ, ഉയർന്ന ആത്മാക്കളാണ്. ഈ സ്മൃതി ശക്തിശാലികളാക്കുന്നു. ഉയർന്ന പിതാവ്, ഉയർന്നവരായ ഞങ്ങൾ, ഉയർന്ന കാര്യം. ഈ സ്മൃതിയിൽ ഇരിക്കുന്നവർ സദാ ബാപ് സമാൻ ആയി തീരുന്നു. മുഴുവൻ വിശ്വത്തിന്റെ മുന്നിലും ശ്രേഷ്ഠവും ഉയർന്നവരുമായ ആത്മാക്കൾ നിങ്ങളല്ലാതെ മറ്റാരും തന്നെ ഇല്ല. അതിനാൽ നിങ്ങൾക്ക് തന്നെയാണ് മഹിമയും പൂജയും ലഭിക്കുന്നത്. സ്ലോഗൻ: സമ്പൂർണതയുടെ ദർപ്പണത്തിൽ സൂക്ഷ്മ ബന്ധനങ്ങളെ പരിശോധിക്കൂ, അതിൽ നിന്ന് മുക്തരാകൂ. ഓം ശാന്തി.